നമസ്കാരം. മധ്യകാലഘട്ടത്തിലെ ഒരു പണിപ്പുര സങ്കല്പിക്കുക. ഉലയിൽ ചുട്ടുപഴുപ്പിച്ച ലോഹക്കഷണത്തിൽ ഒരു കൊല്ലൻ ആഞ്ഞ് ചുറ്റുകയടിക്കുന്നു. ഓരോ അടിയിലും തീപ്പൊരികൾ ചിതറുന്നു. പതുക്കെ ആ ലോഹം ഒരു വാളിൻ്റെ രൂപം പ്രാപിക്കുന്നു. ദി വിച്ചർ പോലെയുള്ള ഫാൻറ്റസി പരമ്പരകളിലോ എൽഡൻ റിംഗ് പോലെയുള്ള വീഡിയോ ഗെയിമുകളിലോ നാം കാണുന്ന ഈ ദൃശ്യം ഇപ്പോൾ ഒരു ശാസ്ത്ര പരീക്ഷണശാലയിലെ മൈക്രോസ്കോപ്പിന് താഴെ പുനരാവിഷ്കരിക്കപ്പെടുകയാണ്. എന്നാൽ ഇവിടെ ചുറ്റികയ്ക്കും ഉലയ്ക്കും പകരം ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത് ഈക്കോളി എന്ന ബാക്ടീരിയയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഓസ്ട്രേലിയയിലെ ജെറമി പാലാച്ചിയും സംഘവുമാണ് മെറ്റലർജി അഥവാ ലോഹതന്ത്രത്തെ സൂക്ഷ്മജീവികളുടെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഈ അത്ഭുതകരമായ ഗവേഷണത്തിന് പിന്നിൽ. ഭക്ഷണത്തിലൂടെയും മറ്റും ശരീരത്തിലെത്തിയാൽ അണുബാധയുണ്ടാക്കുന്ന വില്ലനായിട്ടാണ് നാം ഈക്കോളി ബാക്ടീരിയയെ കണ്ടിരുന്നത്. എന്നാൽ ശാസ്ത്രലോകത്ത് ഇവ മികച്ച ഒരു എഞ്ചിനായി പ്രവർത്തിക്കുന്നു. വെള്ളത്തിൽ ഇവയുടെ നീളമുള്ള വാലുകൾ അഥവാ ഫ്ലാഗല്ലകൾ തുഴയുന്നത് പോലെ ചലിപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഈ ചലനം മൂലം ദ്രാവകത്തിൽ ഉണ്ടാകുന്ന ഊർജ്ജസ്വലമായ അന്തരീക്ഷത്തെ ശാസ്ത്രജ്ഞർ ആക്റ്റീവ് ബാത്ത് എന്നാണ് വിളിക്കുന്നത്. ഈ അവസ്ഥയിൽ ബാക്ടീരിയകൾ ഒരു ചെറിയ തീക്കുണ്ടം പോലെ പ്രവർത്തിക്കുകയും ചുറ്റുമുള്ള താപനില ഏകദേശം 2000 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒരു കൊല്ലൻ ലോഹം പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന അത്രയും തീവ്രമായ ഊർജ്ജം ഈ സൂക്ഷ്മജീവികൾക്ക് ദ്രാവകത്തിനുള്ളിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് ഈ പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ പരീക്ഷണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ബാക്ടീരിയകളുടെ ചലനം മൂലം ദ്രാവകത്തിലെ ചെറിയ ഗോളങ്ങൾ അഥവാ കൊളോയിഡുകൾ കറങ്ങുന്നതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ കറക്കം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഗവേഷകർക്ക് ഉണ്ടായിരുന്നില്ല. വസ്തുക്കളുടെ ക്രമരഹിതമായ ആകൃതിയാണ് ഇതിന് കാരണമെന്നാണ് തുടക്കത്തിൽ കരുതിയിരുന്നത് എങ്കിലും പിന്നീട് നടത്തിയ പരീക്ഷണങ്ങൾ ആ ധാരണ തിരുത്തി. 3D നാനോ പ്രിൻ്റർ ഉപയോഗിച്ച് നിർമ്മിച്ച കൃത്യമായ വട്ടത്തിലുള്ള മൈക്രോ ഡിസ്കുകൾ ഉപയോഗിച്ചാണ് അടുത്ത ഘട്ടത്തിൽ പരീക്ഷണം നടത്തിയത്. ആകൃതിയിൽ യാതൊരു പ്രത്യേകതയുമില്ലാത്ത ഈ ഡിസ്കുകൾ ബാക്ടീരിയകളുടെ സാന്നിധ്യത്തിൽ ഘടികാര ദിശയിൽ സ്വയം കറങ്ങാൻ തുടങ്ങിയത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തി. ഇത് തെളിയിച്ചത് വസ്തുവിൻ്റെ ആകൃതിയല്ല, മറിച്ച് ബാക്ടീരിയകൾ ദ്രാവകത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിഭാസമാണ് ഈ കറക്കത്തിന് പിന്നിലെന്നാണ്. ഈ പ്രതിഭാസത്തിന് പിന്നിലെ ശാസ്ത്രം ഹൈഡ്രോ ഡൈനാമിക് ഇൻറ്ററാക്ഷൻ ആണ്. ഇക്കോളി ബാക്ടീരിയ നീന്തുമ്പോൾ അതിൻ്റെ ശരീരവും വാലും വിപരീത ദിശകളിലേക്കാണ് കറങ്ങുന്നത്. ഈ കറക്കം ചുറ്റുമുള്ള ദ്രാവകത്തിൽ ഒരു പ്രത്യേകതരം ബലം സൃഷ്ടിക്കുന്നു. ഒരു ഖരരൂപത്തിലുള്ള ഉപരിതലത്തിന് സമീപം ബാക്ടീരിയകൾ എത്തുമ്പോൾ അവയുടെ കറക്കം ദ്രാവകത്തെ ഒരു ചുഴി പോലെ കറക്കാൻ പ്രേരിപ്പിക്കുന്നു. ഡിസ്കുകൾക്ക് അടിയിലുള്ള മൈക്രോ ചാനലുകളിൽ കുടുങ്ങുന്ന ബാക്ടീരിയകൾ ഒരു കൊച്ചു എഞ്ചിൻ പോലെ പ്രവർത്തിച്ച് ഈ ഡിസ്കുകളെ കറക്കുന്നു. ഇത് കേവലം ബാക്ടീരിയകൾ ഡിസ്കിൽ തള്ളുന്നത് കൊണ്ടല്ല, മറിച്ച് ബാക്ടീരിയകൾ സൃഷ്ടിക്കുന്ന ദ്രാവക പ്രവാഹം മൂലമാണ് സംഭവിക്കുന്നത്. ഇത് സ്പർശനമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു നാനോ എഞ്ചിനായി മാറുന്നു. ഈ കണ്ടുപിടുത്തം ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. പ്രകൃതിയിൽ ബാക്ടീരിയകൾ കൂട്ടമായി ജീവിക്കുന്ന ബയോഫിലിമുകളിലും മണ്ണിലും ഇത്തരം പ്രതിഭാസങ്ങൾ സ്വാഭാവികമായി നടക്കുന്നുണ്ടാകാം. വൈദ്യശാസ്ത്ര രംഗത്ത് ശരീരത്തിനുള്ളിൽ മരുന്നുകൾ എത്തിക്കുന്നതിലും സൂക്ഷ്മമായ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിനും ഇത്തരം ബാക്ടീരിയ എഞ്ചിനുകൾ ഉപയോഗിക്കാനാകും. പരിസ്ഥിതി സൗഹൃദമായ ഊർജ്ജ സ്രോതസ്സുകൾ വികസിപ്പിക്കുവാനും ഈ ഗവേഷണം സഹായകരമാകും. പ്രകൃതിയിലെ ഏറ്റവും ചെറിയ ജീവികളെ ഉപയോഗിച്ച് സങ്കീർണമായ യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാം എന്ന തിരിച്ചറിവ് ശാസ്ത്രലോകത്തിന് വലിയൊരു കുതിച്ചുചാട്ടമാണ് നൽകുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.